നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വീടിൻ്റെ അവസ്ഥ. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമുക്ക് ഇതുണ്ടോ, എവിടെ നോക്കിയാലും കോടയാട്ടോ. അതുണ്ടോ, ഇങ്ങോട്ട് പോകും തോറും കോട കൂടിക്കൂടി വരിക. ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ വരുന്ന വഴിയിൽ മുടിയും താടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി കേട്ടോ. ഫ്ലോൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് കുറച്ച് സന്തോഷ വാർത്തയുണ്ട്. പിന്നെ നമ്മുടെ രാവിലത്തെ ഒരു കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടി വലുതായിട്ട് കാണിക്കുന്നില്ല. നല്ല മഞ്ഞാണ് കേട്ടോ. അതുകൊണ്ട് നോക്കി, നല്ല മഞ്ഞാട്ടോ രാവിലെ. അപ്പോൾ നമുക്ക് കുറച്ച് റബ്ബർ വെട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ രാവിലെ തന്നെയാണ് പരിപാടി. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നത്, യൂട്യൂബിൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പണിയുണ്ടെങ്കിലും ഈ ഒരു റബ്ബർ വെട്ട് നമ്മൾ ഉപേക്ഷിക്കുന്നില്ല. അതാണ് നമ്മുടെ മുന്നോട്ട് പോകുന്നതിൻ്റെ സംഭവം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ വീടിൻ്റെ പണി നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാരന്മാർ തന്നെയാണ് വീട്ടിലുള്ളത്. 2 ആൾ വീട്ടിലുണ്ട്, പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ ഒരു ടാപ്പിങ് കഴിഞ്ഞിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ എന്ത് പണിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, എന്തൊക്കെയാണ് ഇനി മുന്നോട്ട് ചെയ്യുന്നത്, ഇപ്പോൾ അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ഒരുപാട് കാലമായി കേട്ടോ വീടിൻ്റെ പണിയൊക്കെ നിർത്തിയിട്ടിട്ട്, കുറച്ച് കാലമായി. അപ്പോൾ അത് ഇപ്പോഴാണ് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. ഇനി ഒരുപാട് പണികൾ ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പോയി റബ്ബർ വെട്ടാം. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഇട്ടാണ്ട് വലിയ മഴയത്ത് വെട്ടാനാവില്ല. മഴ ദൂരമ്പോൾ നോക്കി വെട്ടണം. ഇതുണ്ടോ, എവിടെ നോക്കിയാലും കോടയാട്ടോ. അതുണ്ടോ, ഇങ്ങോട്ട് പോകും തോറും കോട കൂടിക്കൂടി വരിക. ഒറ്റയ്ക്കായതുകൊണ്ട് വല്ല പന്നിയോ എന്തൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും നോക്കട്ടെ. കുറച്ച് ദൂരം നമുക്ക് നടന്നവിടെ താഴെ എത്താനുണ്ട് കേട്ടോ. എന്തായാലും എങ്ങനെയായാലും എത്തിയതിന് ശേഷം വെട്ടി കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഗൈസ്, നമ്മുടെ റബ്ബറിൻ്റെ ടാപ്പിങ്ങും പരിപാടിയും സംഭവങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി നേരെ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോവാണ്. ഇങ്ങനെ വിട്ടുന്നുണ്ട് കേട്ടോ. നല്ല മഴയായിരുന്നു. പ്ലാസ്റ്റിക് ഇട്ടുകൊണ്ടാണ് വെട്ടാൻ പറ്റുന്നത്, അല്ലെങ്കിൽ വെട്ടാനാവില്ല കേട്ടോ. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാം. ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ വരുന്ന വഴിയിൽ മുടിയും താടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി കേട്ടോ. മറ്റേ ഒരുമാതിരി പ്രാന്തൻ്റെ രൂപമായിരുന്നു. അപ്പോൾ നമ്മുടെ പുന്നനെ സ്കൂളിൽ, തക്രൂരിൻ്റെ മുന്നിൽ സ്കൂളിൽ ചെറിയൊരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പോകണം. അതിനുവേണ്ടിയൊക്കെ മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് വൃത്തിയായിട്ടുണ്ട് കേട്ടോ. നേരത്തെ നിങ്ങൾ കണ്ട രൂപം ഇതായിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ വീടിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വീടിൻ്റെ അവസ്ഥ. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, വണ്ടിയെല്ലാം മൊത്തം മഴയത്താട്ടോ. നമ്മുടെ മറ്റേ വണ്ടി മാത്രം മൊത്തം ചെളി പിടിച്ച് കിടക്കുവാണ്. ഇതിനുള്ളിൽ കൂടെ എന്ത് കാണിച്ചാലും വീടിൻ്റെ പണി കഴിയേണ്ട മിറ്റമൊന്നും ഇടാണ്ടൊന്നും ഇവിടെ ഒരിക്കലും വൃത്തിയാവില്ല കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ ഉള്ളിലോട്ട് പോവാം. തക്കടൂനെയും പൊന്നൂനെയും വണ്ടി ഇങ്ങനെ വെള്ളത്തിലാട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ നേരോട്ട് കയറി പോവാം. അപ്പോൾ അടിയിൽ അവർ പണിയെടുക്കുന്നുണ്ട്. നമ്മളവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ, കൂട്ടുകാരന്മാർ തന്നെയാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ ഒന്ന് പ്ലംബിങ്ങിൻ്റെ വർക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ബാത്റൂമായി ബന്ധപ്പെട്ട പ്ലംബിംഗ് വർക്കാണ് കേട്ടോ. ബാത്റൂമിൻ്റെ പ്ലംബിംഗ് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ. ബാക്കി പൈപ്പും കാര്യങ്ങളൊക്കെ താഴോട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇവിടെയാണെങ്കിൽ ഉണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു ബാത്റൂമിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടിയിലത്തെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ മറ്റേ ചൂടുവെള്ളം തണുത്ത വെള്ളം ചൂടുവെള്ളം ആക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളിനി എപ്പോഴാണ് ഇനി വേറൊരു വീട് വെക്കുന്നത് അതിൻ്റെ സംഭവം ചെയ്യുന്നത് നമുക്കൊന്ന് എൻ്റെ ജീവിതത്തിലുണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ ചെയ്യുമ്പോൾ എല്ലാം നല്ല രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ വെള്ളം ചൂടാക്കുന്ന സംഭവം സോളാറിലോട്ട് കണക്ട് ചെയ്യുന്നൊരു സംഭവം കൂടെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംഭവങ്ങളെല്ലാം ചെയ്ത് ഈ ഒരു ബാത്റൂമിൻ്റെ സംഭവങ്ങൾ അവർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അടിയിൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഓക്കെ, അടിയിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അമ്മമാർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പുതിയ വീട് പണിയുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, മുന്നോട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ പരമാവധി മുന്നിൽ കണ്ടു തന്നെ കാര്യങ്ങൾ ചെയ്തു പോകണം. അതായത് ബാത്റൂമിൻ്റെ പണിയെടുക്കുന്ന സമയത്ത് സോളാർ വെച്ചിട്ട് ആ വെള്ളം ചൂടാക്കുന്ന സംഭവങ്ങളും, പിന്നെ നമ്മൾ വയറിങ്ങും ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് പിന്നെ പണി വരും. അതായത്
നമുക്ക് സോളാർ കണക്ട് ചെയ്യാനുള്ള കണക്ഷനും കാര്യങ്ങളും പൈപ്പൊക്കെ നീട്ടിയെടുക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നിൽ കണ്ട് ചെയ്യാം. നല്ലൊരു എഞ്ചിനീയർ ആണെങ്കിൽ നമുക്ക് അതൊക്കെ മനസ്സിലാവും. പക്ഷേ ഞാനിവിടെ എഞ്ചിനീയറെ വെച്ചിട്ടൊന്നുമില്ല ചെയ്തേക്കുന്നത്. ഞാൻ എൻ്റെ ഐഡിയക്കാണ് വീടിൻ്റെ പ്ലാനും കാര്യങ്ങളും ഫുള്ള് ചെയ്തേക്കുന്നത്, വേറെ ആരുടെ ഐഡിയക്കല്ല. ഞാൻ തന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് എന്താ പറയുക വീടിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ശരിയാക്കി പണ്ട് തൊട്ടേ. അപ്പോൾ എല്ലാ വർക്കും നമ്മൾ ഈ ഒരു പണിയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയുണ്ട്. എല്ലാ വർക്കുകളും നമ്മൾ മനസ്സിൽ കണ്ടിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ പ്ലംബിങ്ങിൻ്റെയും വയറിങ്ങിൻ്റെയും കാര്യത്തിൽ അവരോട് അഭിപ്രായം ചോദിച്ചിട്ട് ഇനി മുന്നോട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഉണ്ടൂസിന് നമുക്കറിയാം ഉണ്ടൂസ് അടുക്കള ഭയങ്കര പണിയാണ് കേട്ടോ. അതാ പൊന്നു കയറി വന്നിട്ടുണ്ട്. ഇന്ന് പൊന്നു സ്കൂളിൽ ചെറിയ മീറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ട് നമുക്ക് പോകണം. ഭയങ്കര ചിരിയായി കേട്ടോ. ഭയങ്കര വരയും ചെറിയാണ്ടൊക്കെ പഠിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്തിനാ എടുക്കണ്ട. അപ്പം ഗൈസ് ഉണ്ടൂസ് താണ്ട ഇവിടുന്ന് അവർക്കുള്ള സംഭവങ്ങളൊക്കെ ഇന്നത്തെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടൂസ് മീൻകറി വെക്കുക, ഉണ്ടൂസ് മീൻകറി വെക്കുക കേട്ടോ. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് കറണ്ട് അടുപ്പേ മാത്രമാണ് പരിപാടി കേട്ടോ. കറണ്ട് അടുപ്പേ മാത്രമാണ് പരിപാടി. കറണ്ട് അടുപ്പിന് പകരം വേറൊരു സംഭവം ഗ്യാസിന് വരെ ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ പണ്ട് ഈ ചായക്കടലൊക്കെ കടല വറക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് കേട്ടോ. അതിങ്ങനെ ഡീസൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം അറിയാമായിരിക്കും, സ്റ്റവ് ചില ആൾക്കാർക്ക് അറിയാമായിരിക്കും. അപ്പം ചോറൊക്കെ അതിന് മുകളിൽ വെക്കും. ചോറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് തക്കരിക്ക് ഭയങ്കര ചിരിയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീടിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ. ഇനി മുന്നോട്ട് ഇനിയിപ്പം പ്ലംബിങ് കഴിഞ്ഞ അവിടെ തേപ്പും പരിപാടിയായിട്ട് പോകണം. പുറകിൽ കുറച്ച് സൈഡൊക്കെ തേക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയായിട്ട് പോകണം. അപ്പോൾ എന്തായാലും എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അപ്പോൾ അടുത്ത ദിവസം വീഡിയോ കാണാം. ബൈ.